വെൽക്കം ടു എഡ്യൂനായ അക്കാഡമി. കുടുംബശ്രീയുടെ പത്തനംതിട്ട ജില്ലാ മിഷനിൽ പുതിയ വേക്കൻസി വന്നിട്ടുണ്ട്. വേക്കൻസിയുടെ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. കുടുംബശ്രീ പത്തനംതിട്ട ജില്ലാ മിഷനിൽ വിവിധ ബ്ലോക്കുകളായി ബ്ലോക്ക് കോർഡിനേറ്ററുടെ ഒഴിവുകൾ വന്നിട്ടുണ്ട്. 20/12/2024 വരെ അപേക്ഷിക്കാവുന്നതാണ്. പത്തനംതിട്ട ജില്ലയിൽ കുടുംബശ്രീ മുഖേന നടപ്പിലാക്കി വരുന്ന പദ്ധതികളിൽ ബ്ലോക്ക് തലത്തിൽ നിർവഹണത്തിനായി നിലവിലെ ബ്ലോക്ക് കോർഡിനേറ്റർമാരുടെ ഒഴിവുകളിലായി താഴെ പറയും പ്രകാരം അപേക്ഷ ക്ഷണിക്കുന്നു. ആയതിൻ്റെ വിശദാംശങ്ങൾ ചുവടെ കൊടുക്കുന്നു. കോഡ് നമ്പർ BC2, തസ്തികയുടെ പേര് ബ്ലോക്ക് കോർഡിനേറ്റർ, ഫാം ലൈവ്ലിഹുഡ്, ഒഴിവുകളുടെ എണ്ണം 2, യോഗ്യതകൾ VHSC അഗ്രികൾച്ചർ അഥവാ ലൈവ് സ്റ്റോക്ക്, കുടുംബശ്രീ അംഗം, കുടുംബാംഗം, ഓക്സിലറി അംഗം ആയിരിക്കണം. വയസ്സ് അല്ലെങ്കിൽ പ്രായപരിധി 30/6/2024 35 വയസ്സിൽ കൂടാൻ പാടില്ല. പ്രതിമാസ ശമ്പളം 20,000 രൂപയാണ്. യോഗ്യത പറഞ്ഞിരിക്കുന്നത് VHSC അഗ്രികൾച്ചർ അഥവാ ലൈവ് സ്റ്റോക്ക് കോഴ്സ് പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ കുടുംബശ്രീ അംഗമോ കുടുംബാംഗമോ ഓക്സിലറി അംഗമോ ആയിരിക്കണം. യോഗ്യത തെളിയിക്കുന്ന സാക്ഷ്യപത്രം, പ്രായം, ഫോട്ടോ അടങ്ങിയ മേൽവിലാസരേഖ, പ്രവൃത്തി പരിചയം, കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, CDSന്റെ സാക്ഷ്യപത്രം, അപേക്ഷാ ഫീസ് ഇനത്തിൽ ജില്ലാ മിഷൻ കോർഡിനേറ്റർ പത്തനംതിട്ട പേരിൽ മാറാവുന്ന 200 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് സഹിതം നിശ്ചിത ഫോർമാറ്റിലുള്ള അപേക്ഷകൾ ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ ജില്ലാ മിഷൻ, കുടുംബശ്രീ മൂന്നാം നില, കളക്ടറേറ്റ് എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണ്. അപേക്ഷാ ഫോമുകളും വിശദാംശങ്ങളും കുടുംബശ്രീ വെബ്സൈറ്റിൽ ലഭ്യമാണ്. 20/12/2024 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി അപേക്ഷ സമർപ്പിക്കണം. ടെലിഫോൺ നമ്പർ 0468 222 187. ജില്ലാ മിഷൻ കോർഡിനേറ്ററുടെ അറിയിപ്പാണ് വന്നിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ മിഷൻ കോർഡിനേറ്ററുടെ അറിയിപ്പാണ്. കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ അപേക്ഷ ഫോം വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ ഒരു അപേക്ഷാ ഫോം ഉപയോഗിക്കുക. അപേക്ഷാ ഫോം നിബന്ധനകൾ വായിച്ച ശേഷം പൂരിപ്പിക്കുക. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ചെക്ക് ലിസ്റ്റ് പരിശോധിക്കുക. അപേക്ഷകൻ അപേക്ഷകരുടെ പേര് മലയാളത്തിൽ ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തുക. ജനനത്തീയതി, ആധാർ നമ്പർ അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് നമ്പർ, വിദ്യാഭ്യാസ യോഗ്യത, മേൽവിലാസം നിലവിലുള്ളതും സ്ഥിരമായ മേൽവിലാസവും, പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല, മൊബൈൽ നമ്പർ, ലാൻഡ് ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം, കുടുംബശ്രീ അംഗത്വം, ഓക്സിലറി അഥവാ സംബന്ധിച്ച വിവരങ്ങൾ എല്ലാം തന്നെ കൊടുക്കേണ്ടതാണ്. ഇതോടൊപ്പം സത്യവാങ്മൂലം കൊടുക്കേണ്ടതാണ്. അപേക്ഷ കൊടുത്തിരിക്കുന്ന രീതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടതാണ്. അതുപോലെ അയൽക്കൂട്ട ഭാരവാഹികളുടെയും
ഹൈക്കോടതി പ്രസിഡന്റ് സെക്രട്ടറിയുടെ പേരും ഒപ്പും വെക്കണം. CDS ഭാരവാഹിയുടെ സത്യവാങ്മൂലം, CDS ചെയർപേഴ്സന്റെ ഒപ്പും പേരും. വെയിറ്റ് ലഭിക്കുന്നതിന് CDS സാക്ഷ്യപത്രം, വെയിറ്റ് ലഭിക്കുന്നതിനുള്ള CDS സാക്ഷ്യപത്രം, CDS ചെയർപേഴ്സന്റെ ഒപ്പും പേരും. ഈ പറഞ്ഞ സാക്ഷ്യപത്രം എല്ലാമായിട്ട് പത്തനംതിട്ട ജില്ലാ മിഷൻ ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. ഇതോടൊപ്പം 200 രൂപയുടെ DDയും ഡിമാൻഡ് സഹിതം നിശ്ചയ ഫോർമാറ്റിലുള്ള അപേക്ഷകൾ ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ മിഷൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ, 3-ാം നില, കളക്ടറേറ്റ് എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തന്നിട്ടുള്ള ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെയുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി എഡ്യൂനായ അക്കാഡമിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടണും അമർത്തുക. പുതിയ വീഡിയോകൾ ചാനൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെൽ ബട്ടൺ അമർത്തുക. പുതിയ ആൾക്കാരിലേക്ക് എത്തുന്നതിന് വേണ്ടി ചാനൽ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം തന്നെ കമൻ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.